ഇന്ന് ആളുകൾ ലഹരിയെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സാധാരണ ചെടിയെന്നെങ്കിലും ജ്ഞാനത്തിന്റെ താക്കോലായി കരുതപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചു നോക്കൂ. ഒരു സസ്യം നിങ്ങളുടെ ബോധത്തെ മാറ്റുന്നുവെങ്കിൽ, അത് നിങ്ങളെ ഉള്ളിന്റെ ആഴങ്ങളുമായി ബന്ധിപ്പിച്ച് ബ്രഹ്മാണ്ഡം വരെ എത്തിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അതിനെ വെറും ലഹരിയെന്ന് വിളിക്കുമോ, അതോ ഒരു രഹസ്യമെന്നോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ആദ്യ ചുവട്, കഞ്ചാവിന്റെ രഹസ്യം. നിങ്ങൾ സങ്കൽപ്പിക്കുക, ശാന്തമായ ഒരു രാത്രിയാണ്. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ ഗുഹയിൽ ഒരു സാധു ധ്യാനത്തിലിരിക്കുന്നു. കണ്ണുകൾ അടച്ചിരിക്കുന്നു, ശരീരം നിശ്ചലമാണ്. പക്ഷേ അവന്റെ ബോധം എവിടെയോ ഒഴുകി നടക്കുകയാണ്. നക്ഷത്രങ്ങൾ അവനോട് സംസാരിക്കുന്നത് പോലെയും പ്രപഞ്ചം മുഴുവൻ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നതുപോലെയും തോന്നുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുയരുന്നു: ഈ സാധു ഏതെങ്കിലും ഔഷധത്തിന്റെ സ്വാധീനത്തിലാണോ, അതോ ഇത് അവന്റെ സാധനയുടെ ശക്തിയാണോ? അവൻ സത്യത്തിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരിയാണോ, അതോ പവിത്രമായ പ്രസാദമാണോ? നിങ്ങളോടൊരു ചോദ്യം: ഒരു ചെടിക്ക് സത്യത്തിൽ ബോധത്തിന്റെ ആഴങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റിൽ ഉണ്ടെന്നോ ഇല്ലയെന്നോ എഴുതി അറിയിക്കുക. ഇന്ന് ഭാങ്ങിനെ പലപ്പോഴും ഡ്രഗ്, ലഹരി അല്ലെങ്കിൽ അപകടകരമായ പദാർത്ഥം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇതേ ചെടി ഒരു കാലത്ത് ദേവന്മാരുടെ അമൃത് എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ സാധുസന്യാസിമാർ ഇതിനെ തങ്ങളുടെ സാധനയുടെ സഹായിയായി കരുതിയിരുന്നു. ഈ ചെടി വെറും പച്ചിലകളല്ലായിരുന്നു, ഇത് ബോധത്തിന്റെ ഒരു വാതിലായിരുന്നു. പക്ഷെ കാലം മാറി, സമൂഹം മാറി, സാവധാനം ഇതിന്റെ തിരിച്ചറിയൽ ലഹരിയിൽ മാത്രമായി ഒതുങ്ങി. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ആ രഹസ്യം തുറക്കും. ഭാങ്ങിന് സത്യത്തിൽ ആത്മജ്ഞാനം വരെ എത്തിക്കാൻ കഴിയുമോ? ഇതൊരു വെറുമൊരു ചരിത്രപരമായ മിഥ്യാധാരണയാണോ, അതോ തലമുറകളായി അടിച്ചമർത്തപ്പെട്ട ആ നിഗൂഢജ്ഞാനത്തിന്റെ ഭാഗമാണോ? ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക, കാരണം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്ന വസ്തുതകളും കഥകളും നിങ്ങളുടെ ചിന്തയുടെ ഓരോ മതിലിനെയും ഉലയ്ക്കാൻ പോകുന്നതാണ്. ചരിത്രവും പുരാണവും സുഹൃത്തുക്കളെ, ഇതൊരു തുടക്കം മാത്രമാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ അറിയും എങ്ങനെയാണ് ഭാങ്ങിനെക്കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലും പരാമർശിച്ചിരിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് ഇതിനെ ദേവന്മാരുടെ അമൃത് എന്ന് വിളിച്ചത്? ഇത് സത്യത്തിൽ ശിവന്റെ പ്രിയപ്പെട്ട പ്രസാദമായിരുന്നോ? ഇതിന്റെ ചരിത്രം അതിന്റെ വിവാദപരമായ പ്രതിച്ഛായ പോലെ തന്നെ പവിത്രമാണോ? ഈ രഹസ്യം നിങ്ങൾക്ക് താൽപര്യമുള്ളതായി തോന്നുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമന്റിൽ എഴുതുക, നിങ്ങൾ ഈ ചെടിയെ ഇതുവരെ ഏതു രൂപത്തിലാണ് അറിഞ്ഞിരുന്നത്? ലഹരി എന്നോ, അതോ പ്രസാദമെന്നോ? ചരിത്രം എന്തു പറയുന്നു? സത്യത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഭാങ്ങിനെക്കുറിച്ച് പരാമർശമുണ്ടോ? അഥർവവേദത്തിൽ ഭാങ്ങിനെക്കുറിച്ച് പരാമർശമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ചികിത്സയുടെയും നിഗൂഢ ശക്തികളുടെയും കലവറ എന്ന് വിളിക്കപ്പെടുന്ന അതേ വേദം, അവിടെ കഞ്ചാവിനെ ഒരു പവിത്രമായ ചെടിയായി വിവരിച്ചിരിക്കുന്നു. ഭയം, ഉത്കണ്ഠ, രോഗങ്ങൾ എന്നിവയെ ഇല്ലാതാക്കുന്നു. ഇത് വെറുമൊരു ഔഷധം മാത്രമല്ല, ദൈവിക അനുഗ്രഹത്തിന്റെ പ്രതീകമായും കരുതപ്പെടുന്നു. ഇന്ന് സമൂഹം അപകടമെന്ന് വിളിക്കുന്ന അതേ ചെടിയെ ഒരു കാലത്ത് നമ്മുടെ ഋഷിമാർ സുരക്ഷിതത്വത്തിന്റെയും ശാന്തിയുടെയും ഉറവിടമായി കരുതിയിരുന്നു. ഋഗ്വേദത്തിൽ വീണ്ടും വീണ്ടും സോമരസത്തെക്കുറിച്ച് പരാമർശമുണ്ട്. സോമരസം സത്യത്തിൽ എന്തായിരുന്നു എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു രഹസ്യമായി തുടരുന്നു. പലരും വിശ്വസിക്കുന്നത് ഇതൊരു ദിവ്യസസ്യമായിരുന്നു എന്നാണ്. ഒരുപക്ഷേ കഞ്ചാവ് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു ഔഷധക്കൂട്ട്. സോമത്തെ അമൃത് എന്ന് വിളിച്ചു ദേവന്മാർ തന്നെ കുടിച്ചിരുന്നതും അതിലൂടെ അലൗകിക ശക്തികൾ ഉണർന്നിരുന്നതുമായ ആ രസം. ആലോചിച്ചു നോക്കൂ, ദേവന്മാരെ അമരന്മാരാക്കിയ ആ നിഗൂഢ പാനീയം ഇതുതന്നെയായിരുന്നു. ഇനി മഹാദേവനിലേക്ക് വരാം. സമുദ്രമഥനം നടന്നപ്പോൾ അതിൽ നിന്ന് ഹലാഹല വിഷം ഉയർന്നു വന്നുവെന്ന് കഥകളിൽ പറയുന്നു. പ്രപഞ്ചം മുഴുവൻ സ്തംഭിച്ചു. അന്ന് മഹാദേവൻ ആ വിഷം കുടിച്ചു. എന്നാൽ ആ അഗ്നിയെ ശാന്തമാക്കാൻ അദ്ദേഹത്തിന് കഞ്ചാവ് സമർപ്പിക്കപ്പെട്ടു. അന്നുമുതൽ ശിവന്റെ പ്രിയപ്പെട്ട പ്രസാദമായി കരുതപ്പെടുന്നു. ശിവൻ ധ്യാനത്തിൽ മുഴുകുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ ആഴത്തിലുള്ള സമാധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് ഇത് ലഹരിയല്ലായിരുന്നു, മറിച്ച് ശിവത്വത്തിലേക്കുള്ള വാതിലായിരുന്നു. ഒരുപക്ഷേ ഇതുകൊണ്ടായിരിക്കാം ഇന്നും മഹാശിവരാത്രിയിൽ ലക്ഷക്കണക്കിന് ഭക്തർ നോർത്ത് ഇന്ത്യയിൽ ഇതിനെ പ്രസാദമായി സ്വീകരിക്കുന്നത്.
ആനന്ദത്തിനു വേണ്ടിയല്ല, മറിച്ച് ആത്മാവുമായി ബന്ധപ്പെടാൻ വേണ്ടി. ഭാരതീയ പാരമ്പര്യത്തിൽ മാത്രമാണ് പൂജിക്കപ്പെട്ടിരുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈജിപ്തിലെ പുരോഹിതന്മാർ ഇതിനെ ആത്മാവിന്റെ യാത്രയുടെ വാതിലായി കരുതിയിരുന്നു. ചൈനീസ് ദാർശനികൻ ലാവോൽസെ ഇതിനെ ധ്യാനത്തിന്റെ പുകയെന്ന് വിളിച്ചു. തിബറ്റൻ ലാമമാർ ഇതിനെ ബോധത്തിന്റെ ജനലെന്ന് വിശേഷിപ്പിച്ചു. അമേരിക്കയിലെ ഇന്ത്യൻ ഷാമന്മാർ ഇതിനെ ആത്മീയ ശുദ്ധീകരണത്തിനുള്ള ആയുധമായി കരുതി. വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത കാലങ്ങൾ, പക്ഷേ എല്ലാവരും ഒരു കാര്യം അംഗീകരിച്ചു: ഈ ചെടി വെറും ലഹരിയല്ല, ഇതൊരു രഹസ്യമാണ്. നിങ്ങളോടൊരു ചോദ്യം: ഒരേ ചെടിയെ ഇത്രയധികം സംസ്കാരങ്ങൾ പവിത്രമായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അതിനെ തെറ്റായിട്ടാണോ മനസ്സിലാക്കുന്നത്? താഴെ കമന്റിൽ നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായും എഴുതുക. സുഹൃത്തുക്കളെ, ചരിത്രപരവും പുരാണപരവുമായ മുഖം. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: സാധനയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? ഇത് സത്യത്തിൽ സാധകരെ സമാധിയിലേക്ക് നയിച്ചിരുന്നോ, അതോ ഇതൊരു വിശ്വാസത്തിന്റെ പ്രതീകം മാത്രമായിരുന്നോ? അടുത്ത വീഡിയോയിൽ നമ്മൾ അറിയും കഞ്ചാവും താന്ത്രിക സാധനയും തമ്മിലുള്ള രഹസ്യം. ഈ അധ്യായം നിങ്ങൾക്ക് താൽപര്യമുള്ളതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ താൽപര്യമുണ്ടെങ്കിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.